നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ പിണറായി യുഗം ഇന്നലത്തോടുകൂടി തന്നെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് ഒരു പുതിയ കേരളം എന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ UDF-നെ വോട്ട് നൽകി വിജയിപ്പിച്ചിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളെ സംബന്ധിച്ചും മന്ത്രിസഭാ രൂപീകരണം അടക്കം കോൺഗ്രസിന് വലിയ വെല്ലുവിളികളുണ്ട്. ആരൊക്കെയായിരിക്കും മന്ത്രിസഭയിൽ എത്താൻ പോകുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ പുതിയ നായകൻ ആരായിരിക്കും എന്നുള്ള തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ഗവർണർ സ്വീകരിച്ചു. ചൊവ്വാഴ്ച ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്ന മന്ത്രിസഭാ യോഗം ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് രാജി. സാധാരണ രാജി അത് ഔദ്യോഗികമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ ഇത് അതേ ദിവസം തന്നെ UDF വിജയം വന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രി രാജി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഉണ്ടായിരുന്ന മന്ത്രിസഭാ യോഗവും ഉപേക്ഷിച്ചിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ സജീവ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങുന്നത്. 10 വർഷം നീണ്ട ഭരണാധിപത്യത്തിന് ശേഷം പടിയിറങ്ങുമ്പോൾ സഭയിലെ പ്രതിപക്ഷ നിരയെ നയിക്കാൻ പിണറായി ഉണ്ടാകില്ലെന്ന സൂചനകളാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. പരാജയത്തിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന പാർട്ടിക്ക് പുതുജീവൻ നൽകാൻ ഒരു പുതിയ മുഖം വേണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന ഘടകം. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDF-നുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. BJPക്ക് 3 സീറ്റ് നേടാനായി എന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. 3 മണ്ഡലങ്ങളിലും BJPക്കെതിരെ പൊരുതി നാമമാത്രമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത് LDF ആണ്. ഇവിടെയെല്ലാം UDF 3-ാം സ്ഥാനത്തായി. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട കേരളത്തിൽ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. ആഗോളവൽക്കരണ നയങ്ങൾ അതേപടി നടപ്പിലാക്കി തകർന്നു കിടക്കുന്ന കേരളത്തെ അതിദാരിദ്ര്യം പരിഹരിച്ച് മുന്നോട്ടു പോകുന്ന സംസ്ഥാനമായി മാറ്റാൻ LDF സർക്കാരിന് കഴിഞ്ഞു. പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞു. കേരളത്തിൻ്റെ സമസ്ത മേഖലയിലും വലിയ പുരോഗതി നേടാനായി. കാർഷിക വ്യാവസായിക മേഖലകൾ ശക്തിപ്പെട്ടു. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ രാജ്യത്തിനാകെ മാതൃകയായി. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിട രംഗം, ശുചിത്വം തുടങ്ങിയ മേഖലയിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ രാജ്യത്താകമാനം മാതൃകയായി. രാജ്യത്താകമാനം ന്യൂനപക്ഷങ്ങളും ജനാധിപത്യവാദികളും ആക്രമിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി മതസൗഹാർദ്ദത്തിന്റെ നാടായി കേരളത്തെ മാറ്റാൻ LDF സർക്കാരിന് കഴിഞ്ഞു. നീതി ആയോഗിന്റെ കണക്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന നിലയിൽ കേരളം വളർന്നു. മതരാഷ്ട്ര രൂപവൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരായുള്ള പോരാട്ടത്തിലും ഫെഡറലിസം സംരക്ഷിക്കാനുള്ള സമരത്തിലും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. ജനകീയ പോരാട്ടത്തിനൊപ്പം കോടതികളിലും അത്തരം സമരങ്ങൾ നടന്നു. കേരളത്തെ ഇത്തരത്തിൽ മുന്നോട്ട് നയിക്കുകയും രാജ്യത്തെ ജനകീയ പോരാട്ടങ്ങൾക്ക് കരുത്ത് പകരുകയും ചെയ്ത LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഉണ്ടായത്. ഉയർന്നു വരുന്ന വിമർശനങ്ങളെയും പോരായ്മകളെയും പരിശോധിച്ച് അവ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ആവിഷ്കരിക്കും. ഇതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തോൽവി സമ്മതിച്ചുകൊണ്ട് ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ. ഏതായാലും ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന പേര് ഇനി പറയില്ല. അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞു. CPM-ലെ കർശനമായ വിരമിക്കൽ പ്രായപരിധി തന്നെയാണ് പിണറായി വിജയന്റെ മടക്കത്തിന് ആധാരമാകുന്നത്. 75 വയസ്സ് പിന്നിട്ടവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന പാർട്ടി നയം പിണറായിയുടെ കാര്യത്തിൽ നടപ്പിലാക്കാനാണ് പോളിറ്റ് ബ്യൂറോ തീരുമാനം. ഇതോടെ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പിണറായിക്ക് പകരം മറ്റൊരു നേതാവ് എത്തും. മുൻ ധനമന്ത്രി KN ബാലഗോപാലിനാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പാർട്ടിയിലെ സീനിയോറിറ്റിയും ഭരണകാര്യങ്ങളിലുള്ള അറിവും ബാലഗോപാലിന് മുൻതൂക്കം നൽകുന്നു. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ മാത്രം പാർട്ടിയെയും ഭരണത്തെയും നയിക്കുന്നു എന്ന ആക്ഷേപം പരിഹരിക്കാൻ തെക്കൻ കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ബാലഗോപാലിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് ഗുണകരമാകുമെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു.
കണ്ണൂർ ലോബിയുടെ ആധിപത്യം അവസാനിപ്പിച്ച് CPM-നെ കേരളത്തിലുടനീളം സജീവമാക്കാൻ ബാലഗോപാലിന്റെ സാന്നിധ്യം സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സൗമ്യമായ പെരുമാറ്റവും എന്നാൽ വിഷയങ്ങളിൽ കണിശമായ നിലപാടുള്ള ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിൽ തിളങ്ങാൻ പ്രാപ്തനാണെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം വാദിക്കുന്നു. VD സതീശനെ പോലെ പാർലമെന്ററി കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ നേരിടാൻ ബാലഗോപാലിനെ പോലെയുള്ള ഒരു മികച്ച വാഗ്മി അനിവാര്യമാണെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ CPM വലിയൊരു ആത്മപരിശോധനയിലാണ്. ബംഗാളിൻ്റെയും ത്രിപുരയുടെയും പാതയിലേക്ക് കേരളവും നീങ്ങുമോ എന്ന ഭയം അണികൾക്കിടയിലുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടിയെ അടിമുടി അഴിച്ചുപണിയാൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടുകയാണ്. ജനങ്ങളിൽ നിന്ന് അകന്നുപോയ ഭരണശൈലിയും അഹങ്കാരവുമാണ് പരാജയത്തിന് കാരണമെന്ന പ്രാഥമിക വിലയിരുത്തലാണ് കേന്ദ്ര കമ്മിറ്റി എത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി പാർട്ടി സംവിധാനത്തിന് പ്രാധാന്യം നൽകുന്ന പഴയ രീതിയിലേക്ക് മടങ്ങാനാണ് CPM ശ്രമിക്കുന്നത്. വിരമിക്കൽ പ്രായം കർശനമാക്കുന്നതിലൂടെ യുവാക്കൾക്കും രണ്ടാം നിര നേതാക്കൾക്കും കൂടുതൽ അവസരങ്ങൾ നൽകാൻ പാർട്ടി ലക്ഷ്യമിടുന്നു. പിണറായി വിജയൻ ഇനി പാർട്ടിയുടെ ഉപദേശക സ്ഥാനത്ത് ഒതുങ്ങാനാണ് സാധ്യത. CPM ഉൾപ്പെടെയുള്ള മുന്നണി പങ്കാളികൾക്ക് കൂടുതൽ സ്വീകാര്യനായ ഒരാളെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ KN ബാലഗോപാൽ ഒരു മികച്ച സമവായ സ്ഥാനാർത്ഥിയായി ഉയർന്നു വരുന്നു. കണ്ണൂരിന് പുറത്തുള്ള നേതൃത്വം എന്ന മാറ്റം അണികൾക്കിടയിൽ പുതിയൊരു ആവേശം ഉണ്ടാകുമെന്നും CPM കരുതുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിൽ നിന്ന് ഒരു മോചനം നേടാൻ ബാലഗോപാലിനെ പോലെയുള്ള പൊതുസമ്മതരായ നേതാക്കൾ മുൻനിരയിലേക്ക് വരുന്നത് സഹായിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശത്തിനും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റ കനത്ത പരാജയം CPM-ന്റെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ്. വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ചയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അകൽച്ചയും പരിഹരിക്കുക എന്നത് പുതിയ നേതൃത്വത്തിന് മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. പിണറായിയുടെ വിരമിക്കലിലൂടെ ഈ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും കാത്തിരുന്നു തന്നെ കാണാം.